ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ ആരെക്കൊണ്ടും ത്വഅനി ചെയ്യപ്പെടാത്ത സദൂഖായ സിഖത്തായ ആളാണെന്ന് അയിമ്മത്ത് എല്ലാവരും, ഷാഫി ഇമാമും ബുഖാരി തങ്ങളും മുസ്ലിമും എല്ലാ ഇമാമിങ്ങളും അംഗീകരിച്ച് അവരെ വാക്കുകൾ ഉദ്ധരിച്ച പണ്ഡിതനാണ് ആര്? ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ. ബുഖാരിയിൽ ഒന്നിലധികം തഅലീഖാത്തുകളിൽ ഇബ്നു ഇസ്ഹാഖിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിമിൽ മുസ്നദാത്തിൽ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവ രണ്ടാളും അംഗീകരിച്ച ആളാണ്. ബുഖാരി മുസ്ലിം അംഗീകരിച്ച ആളെ സംബന്ധിച്ച് പിന്നെ ചർച്ചയില്ല. ഇമാം ഷാഫി അംഗീകരിച്ചിരിക്കുന്നു. ഉലമായിൽ ആരും മൂപ്പരെന്ത് ചെയ്തിട്ടില്ല, ത്വഅന് ചെയ്തിട്ടില്ല. ഇമാം മാലിക് പറഞ്ഞ വാക്ക് അത് സജീറിന്റെ വാക്കാണ്, ത്വഅനിന്റെ വാക്ക് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. കിതാബിൽ പറഞ്ഞാണ്. പിന്നെ തഅലീഖാത്തിലല്ലേ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളൂ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അത് ഷാഫി ഇമാമിനെയും തഅലീഖാത്തിലെ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഇമാം ഷാഫി തങ്ങളുടെ ഹദീസ് എവിടെ ഇല്ല? ബുഖാരിയിൽ ഇല്ല, തഅലീഖാത്തിലെ ഉദ്ധരിച്ചിട്ടുള്ളൂ. അബൂ ഹനീഫ ഇമാമിനെ എടുത്തിട്ടേനില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എവിടെ? ബുഖാരിയിൽ. അബൂ ഹനീഫ ഇമാമിന്റെ 100-1 സ്റ്റേജിലേക്ക് എത്തുകയില്ല ഇമാം ബുഖാരിയോ അല്ലെങ്കിൽ ഇമാം മുസ്ലിമോ. ഇമാം ഷാഫിന്റെ 100-1 രണ്ടാളും എത്തൂല. കാരണം അവർ മുജ്തഹിദ് മുസ്തഖില്ലുകളാണ്. ആര്? ഇമാം ഷാഫിയും അബൂ ഹനീഫ തങ്ങൾ. മാലിക് ഇമാമിന്റെ ഹദീസ് ബുഖാരിയിലുണ്ട്. അഹ്മദ് ഹംബൽ തങ്ങളുടെ ഹദീസുണ്ട്. അഹ്മദ് തങ്ങളുടെ ഉസ്താദായ ഷാഫി ഇമാമിന്റെ ഹദീസ് തഅലീഖാത്തിലുണ്ട്, വാക്കുകൾ. അപ്പോൾ തഅലീഖാത്തിലല്ലേ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്ന ദുഃഖം പറയുകയാണെങ്കിൽ അത് ഷാഫി ഇമാമിനെ അത്ര തന്നെ എടുത്തിട്ടുള്ളൂ. ബുഖാരിയിലെ അബൂ ഹനീഫാമിനെ കാല അബൂ ഹനീഫ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇല്ല എന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അതൊന്നും ഒരു രേഖയല്ല, ഒരു ഇമാമിനെ കുത്താനുള്ള രേഖയല്ല. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് മുജ്തഹിദ് മുസ്തഖില്ലാണോ എന്നുള്ളതിൽ ന്യൂനപക്ഷ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഷാഫിയാണ്, ഹനഫിയാണ്, ഹംബലിയാണ്, മാലിക്കിയാണ്, 4 അഭിപ്രായം. എന്നാലും മുജ്തഹിദ് മുസ്തഖില്ലാണെന്ന് വളരെ ന്യൂനപക്ഷ പണ്ഡിതന്മാർ. പിന്നെ മുജ്തഹിദ് തന്നെയാണെന്ന് ഇപ്പൊ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയും. അത് വേറെ സുഖത്തിനാണ്. ഇപ്പൊ അടുത്തുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ, അവര് പറയും. ഏതായിരുന്നാലും ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ ഹദീസിൽ, പ്രത്യേകിച്ച് മഗാസിയിൽ, യുദ്ധത്തോട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ അവരെ കവച്ചു വെക്കാൻ പറ്റിയ ഒരാള് ഇല്ല എന്നത് തർക്കമറ്റ കാര്യമാണ്. മനസ്സിലായില്ലേ? പുറത്തിറങ്ങിയ പലതും കേൾക്കും, അതിലേക്ക് ചെവി കൊള്ളരുത്. ഞാൻ പറഞ്ഞ കിതാബൊക്കെ പഠിച്ചേക്കണം. താലിമിനോട് പറയട്ടോ. തഖരീബു തഹ്ദീബിൽ പറഞ്ഞിട്ടുണ്ട്. തബഖാത്തുൽ ഫാദിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ പറയുകയാണ്, ലമ്മാ കാനൽ യൗമു സാബിയു
ഏഴാമത്തെ ദിവസമായപ്പോൾ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾക്ക് നബി തങ്ങളുടെ കാലത്തുള്ള ആളല്ലല്ലോ, മാലിക് ഇമാമും അല്ല, താബീങ്ങളിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾ. മാലിക് ഇമാമ് താബീങ്ങളിൽപ്പെട്ട ആളാണ്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങളുടെ ഉസ്താദാണ് അനസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോ ഖാസിം റളിയല്ലാഹു അൻഹുവിനോ അബാൻ തങ്ങളിൽ നിന്നോ ആരെങ്കിലും നിന്ന് റിപ്പോർട്ട് ചെയ്തതായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇപ്പൊ മൗലിദിൽ പറഞ്ഞത് ആ വിഷയം പറയാന്നുള്ള എനിക്ക് പറഞ്ഞതാണ്, സമർത്ഥിക്കാൻ വേണ്ടി ഇതല്ല പറഞ്ഞതല്ല. അതുകൊണ്ട് ഇത് മഖ്തൂന്ന് ഇതിനെ പറ്റി പറയണ്ട. താബീങ് എത്തിയാലേ പിന്നെ അവിടുന്ന് പോയ ആളാരാന്ന് പിടുത്തം കിട്ടാതെ വരുമ്പോ അങ്ങനെ പറയലോ. അത് അതിന്റെ റിപ്പോർട്ട് നോക്കി നോക്കേണ്ടതാണ്. ലമ്മാക്കാനിൽ യൗമു സാബിയു, മുത്തുനബി ജനിച്ച 7ാമത്തെ ദിവസമായപ്പോൾ ദബഹ അൻഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അറുത്തു കൊടുത്തു. ജദ്ദുഹു, അവിടുത്തെ വലിയുപ്പ. വലിയുപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ വാപ്പിയാകാം, വാപ്പാന്റെ വാപ്പിയാകാനോ അല്ലേ? ഇത് ഏത് വലിയുപ്പയാണ്? അബ്ദുൽ മുത്തലിബ്, ബാപ്പാന്റെ ബാപ്പ. നബി തങ്ങളുടെ കാര്യങ്ങളുമായി വളരെ നല്ല രൂപത്തിൽ കമായിജിബു, വേണ്ട പോലെ അത് ചെയ്തു തീർത്തു, നിന്നു പോന്നു. ഖുറൈശികളെ ക്ഷണിക്കുകയും വാത്താമഹും, അവർക്ക് ഭക്ഷണം കൊടുക്കുകയും സദ്യ ഉണ്ടാക്കുമല്ലോ, വക്രമഹും, അവരെ എല്ലാവരെയും ആദരിക്കുകയും ചെയ്തു. വിളിച്ചാദരിച്ചു, ഭക്ഷണം കൊടുത്തു. ഫലമ്മ അക്കലു, അങ്ങനെ അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ ആലു, അവർ ചോദിച്ചു, യാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് തങ്ങളെ, മാ സമ്മൈത ബിനക, നിങ്ങളുടെ മകന് നിങ്ങൾ എന്താണ് പേരിട്ടത്? ഖാല സമ്മൈതുഹു, അങ്ങനെ അബ്ദുൽ മുത്തലിബാണ് പേരിട്ടത് എന്നത് ഇമാമിങ്ങൾ എല്ലാവരും സീറ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ജമ്മുൽ ജവാമീന്റെ വിശദീകരണത്തിൽ ഇമാം മഹല്ലി അത് ഉദ്ധരിക്കുന്നുണ്ട്, കമാഫിസ്യേരി എന്ന് പറഞ്ഞുകൊണ്ട്. പേരിടാൻ അവകാശം സ്വന്തം പിതാവിനാണ്. ഇവിടെ പിതാവല്ല പേരിട്ടത്. അതിന് കാരണവും മഹല്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. ലിമൗത്തി അബീഹി, അതിന് മുമ്പ് ആര് മരിച്ചുപോയി? ബാപ്പ മരിച്ചുപോയ പിന്നെ ഉത്തരവാദിത്തം ആർക്കാണ്? വലിയപ്പാക്കാണ്. ആരെങ്കിലും പേരിട്ടോണ്ടൊന്നും എന്തെയില്ല, പേരാവൂല. ആരെങ്കിലും അർത്ഥം കൊടുത്തോണ്ടൊന്നും അറിവാവൂല. ഞാൻ എൻ്റെ പരിചയത്തിൽ ഒരു കുടുംബത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചു. ആ പ്രസവിച്ച പെൺകുട്ടി, ആ പ്രസവിച്ച കുട്ടിക്ക് അർത്ഥത് ആ പെണ്ണിന്റെ വാപ്പൻ. അതാ ദബുഹ് മുസ്തഖിൽ, അതൊരു ദബുഹാവുള്ളൂ, അത് ഹഖീഖത്താവൂല. ഹഖീഖത്താണെങ്കിൽ ആരറക്കണം? ബാപ്പ അറക്കണം. ബാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ വല്യാപ്പ അറക്കണം. അറിവ് ചെയ്യുന്നുള്ള പണി എന്നല്ല, ആ അറിവിന്റെ സാധനം ആരുതാവണം, ആ കർമ്മനിർവഹണം ആര് ചെയ്യണം? പിതാവോ, പിതാവില്ലെങ്കിൽ പിതാവിന്റെ പിതാവോ ചെയ്യണം. ഇത് അങ്ങനെയല്ല, ഉമ്മാന്റെ വാപ്പേനെ അർത്ഥം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹഖീഖത്ത് അർത്താല് വീടൂലാറിഞ്ഞു, ആയി പറ്റൂല, അറക്കണം എന്ന് അറിഞ്ഞു. ഇവരർത്ഥം ചെയ്ത കൗത്തില് കത്തിച്ചാൽ അറിവുണ്ടാവുമല്ലോ, വെച്ചിട്ട് അത് ഹഖീഖത്താവൂല. ഞാൻ ഒളിയത്ത് അറക്കാന്ന് തന്നെ ഇപ്പൊ ഒരാൾ അർത്താൽ ഒളിയത്താവും. അത് ദുല്ലിജ മാസത്തിലാണ്. ഞാൻ അർക്കാണ്, നിങ്ങളാണ് പറഞ്ഞാൽ എങ്ങനെ? നല്ല കാര്യമല്ലേ? നന്നാണ്ട് അങ്ങനാണ്ട് ചെയ്ത മനുഷ്യന്റെ താട്ടണം. പേരുട്ട് ആര്? മുബരനെ പേരുട്ട്. എന്താ ചെയ്യാ? ഭർത്താവും കുടുംബവും തെറ്റിലാണ്. ആരായിട്ട്? ഈ പെണ്ണിനായിട്ട്. അതാണ് പ്രശ്നം. അത് തെറ്റിലാണെങ്കിൽ പേരിടാൻ നമുക്ക് അവകാശം ഉണ്ടോ? പേരിടാനും അവകാശമില്ല.
അറിവ് നടത്താൻ അവകാശമില്ല. അപ്പൊ ഇതിപ്പോ വല്യാപ്പ ചെയ്യാൻ കാരണം എന്താണ്? ലി മൗത്തി അബീഹി എന്ന് ഇമാം മഹല്ലി എഴുതിയതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ വഫാത്തായി പോയിട്ടുണ്ട്. ഗർഭത്തിൽ 2 മാസം ആകുമ്പോൾ എന്നാണ് ബലപ്പെട്ടത്. ആ പേരിട്ടത് ആരാണ്? ബിൽഹാമി മിനല്ലാഹ്. അല്ലാഹുവിന്റെ ഇൽഹാമുള്ള ആളായിരുന്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. സാലിഹീങ്ങളായ ആളുകളുടെ കൽബിലേക്ക് അല്ലാഹു തആല ഇട്ട് കൊടുക്കുന്ന അറിവിനാണ് ഇൽഹാമു എന്നറിയാം. അബ്ദുൽ മുത്തലിബ് ഒരു വലിയാണ്, ഒരു മഹാനാണ്. കാഫിറിന് ഇൽഹാമുണ്ടാവില്ല, ഫാസിക്കിനും ഇൽഹാമുണ്ടാവില്ല. തോന്നലൊക്കെ ഉണ്ടാവും, അതിന് ഔഹാമു എന്നറിയാം, ഇൽഹാമു എന്നല്ല അറിയും. അബ്ദുൽ മുത്തലിബ് ഫാസിക്കോ കാഫിറാണെങ്കിൽ ഇൽഹാമുണ്ടാവും. ബിൽഹാമി മിനല്ലാഹ്. ഇന്നിപ്പോ ഉസ്താദ് ഇവിടെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെസബയില് ഖുതുബയുടെ ശേഷം ഖുതുബയിലും പറഞ്ഞു, നെസബയിൽ ആരെങ്കിലും തോണ്ടിയാൽ ഓന്റെ കാര്യം ബേജാറാണ്. നെസബയിൽ തോണ്ടിയാൽ ഓൻ സബ്ബ് ചെയ്തവനാണെന്ന് അറിഞ്ഞു. അതാണ് അബ്ദുൽ മുത്തലിബിനെ തോണ്ടിയാൽ ഓൻ സബ്ബ് ചെയ്തവനായി. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയ മഹാനാണ്. മക്കയില് ആഴ്ചയിൽ 2 പ്രാവശ്യം വഅദ് പറഞ്ഞിരുന്ന ആളാണ്. റമളാൻ മാസമായാല് ഹിറ എന്ന ഹിറ പർവ്വതത്തിന് മുകളിലൊരു ഹിറ എന്ന് പറയുന്ന ഹിറ പർവ്വത മുകളിലുള്ള ഹാറില് ജബലിനൂറിന്റെ മുകളിലുള്ള ഒരു ഹാറുണ്ട്. ഒരു എന്താ ഗുഹണ്ട്, വലിയ മാളം. അതുണ്ട്. അതിന്റെ മുകളിൽ പോയിരുന്നിട്ട് റമദാനിൽ മുഴുവൻ ഇബാദത്ത് എടുത്തിരുന്ന ആളാണ് ആര്? അബ്ദുൽ മുത്തലിബ്. അതിന്റെ മുകളിൽ നിന്നാല് കാബത്തിന്റെ ടോപ്പ് ഇങ്ങനെ കാണും. ഇപ്പൊ കാണൂല, ഞാൻ കണ്ടിക്കണ് കുറെ കാലം മുമ്പ്. അന്ന് കാബത്തിന്റെ ഏകദേശം മോൾ ഭാഗത്തോടെ ഹറമിന്റെ പള്ളി ഒപ്പായി നിൽക്കുന്ന ആൾ അതിന് മുകളിൽ കൂടെ നമ്മളെ കണ്ണിന്റെ രശ്മിയാണ്ട് എത്തും. ടോപ്പ് കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം കാണൂല, ഞാൻ കാണൂല. ഇപ്പൊ തീരെ കാണൂല. ഇപ്പുറത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ക്ലോക്ക് ടവറും ടവറും എന്നൊക്കെ പറഞ്ഞിട്ട് കാബനക്കാണ് മഹാന്മാരവിടെ ചുറ്റുഭാഗത്തുണ്ടായതുകൊണ്ട് കാബ ഇപ്പൊ വേസ്റ്റാണ്. ക്ലോക്ക് ടവർ കാണാനാണ് കാര്യമായിട്ട്. ആ പഹനൊക്കെ ആഖിറത്തിൽ എത്തുമ്പോഴറിയാം അതിന്റെ കോലം. കാബ വടക്കണ അതിന്റെ അടിയിൽ വെച്ചിട്ടാണ്. നിങ്ങൾ കണ്ടില്ല എന്താണ് അവസ്ഥ? ആ ക്ലോക്ക് ടവർ ഫോട്ടോ എടുക്കലാ പരിപാടി. കാബത്തുമൊക്കെ ഒരു നോട്ടം നോക്കിയാല് 20 കൂലിയാണ്. ക്ലോക്ക് ടവർക്ക് ഒരു നോട്ടം നോക്കിയാലോ 20 ഷെറുമാണ്, 200 ഷെറുമാണ്. ഇന്നത്തെ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞാൽ വലിയൊരു ക്ലോക്ക്. ചെറിയ ക്ലോക്ക് നോക്കിയാൽ പോരെ, ഇത് വലുതായി സങ്കല്പിച്ചാൽ പോരെ. അതിന് വലിയ പൂതി ഉണ്ടെങ്കിൽ വലിയൊരു ക്ലോക്ക് ഉണ്ടാകുക. എല്ലാവരുടെ കയ്യിലും ടൈം അറിയാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ വെറുതെ എന്തിനാ ഇവരുടെ മുകളിൽ ഒരു ക്ലോക്ക് കൊണ്ട് വെച്ചിക്കണ്? വിരാന്ത് എന്നല്ലാണ്ട് 10 മൈൽസ് അപ്പുറത്തേക്ക് ടൈം അറിയുന്നു. എന്തിനാ? ഇവിടുന്ന് അറിയാനുള്ള സൗകര്യം കയ്യിൽ തന്നെ ഇല്ലേ? ടൈം അറിയാത്ത കാലത്താണ് അങ്ങ് തിരക്കുണ്ടായിരുന്നത്. ഇത്തരം വൃത്തികെട്ട ഓരോ പരിപാടികൾ ചെയ്ത് കാബൻ ചെയ്ത് വേസ്റ്റായി. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. തലിക്കെട്ട് ഇട്ടിക്കണ്, തുണി വെച്ചിട്ട് കിടന്നാനമായി. അതോ അബ്ദുൽ മുത്തലിബ് തങ്ങൾ അവിടെ ഇരുന്നിട്ട് കാബയിലേക്ക് നോക്കി. അക്കാലത്ത് കാബയുടെ ചുറ്റുള്ള പള്ളി വളരെ താഴ്ന്നതാണ്, താഴെയാണ്. അതുകൊണ്ട് കാബ നേരിട്ട് കാണാം. അതുകൊണ്ട് തന്നെ വല്യാപ്പാനെ തുടർന്നാണ് മുത്തുനബിയും അതിൽ ഇബാദത്ത് എടുത്തത്. ഹിറയിൽ ഇബാദത്ത് എടുത്തത് ബുഖാരിയിൽ റിപ്പോർട്ടുണ്ട്. അതിന് ഇബാദത്ത് എടുത്തിരുന്ന ആളായിരുന്നു ആര്? അബ്ദുൽ മുത്തലിബ്. പക്ഷികൾക്കും ജന്തുക്കൾക്കും ഒക്കെ ഭക്ഷണം കൊടുത്തിരുന്ന ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. ആഖിറം ബോധപ്പെടുത്തിക്കൊണ്ട് വേറെ ജീവിതം വരാനുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിരുന്ന പ്രസംഗം നടത്തിയിരുന്നു. ആഴ്ചയിൽ 2 പ്രസംഗം നടത്തിയിരുന്നു അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ അരികിൽ. അങ്ങനത്തെ ഒരു വലിയ മഹാനാണ് ആര്? അബ്ദുൽ മുത്തലിബ്. അപ്പൊ അവര് ചോദിച്ചു, ഈ അബ്ദുൽ മുത്തലിബ് ഒരു പേര് ഷൈബത്തുൽ ഹംദ് ഇതിൽ പറഞ്ഞില്ല. മാ സമ്മയിത്ത ബിനക്ക, നിങ്ങളെ കുഞ്ഞിനെ നിങ്ങൾ എന്താ പേരിട്ട്? നിങ്ങളെ കുഞ്ഞി പറഞ്ഞാല് നമ്മൾ അങ്ങനെയല്ലേ പറയും. പേരക്കുട്ടിയാക്കും നിങ്ങളെ കുട്ടി എന്നല്ല പറയല്. കുട്ടി എന്ന് പറഞ്ഞാല് പേരക്കുട്ടി. ഹഫീദ്
ഖാല സമ്മൈതുഹു, ഞാൻ ആ കുഞ്ഞിന് പേരിട്ടത് മുഹമ്മദൻ, മുഹമ്മദ് എന്നാണ് പേരിട്ടത്. അങ്ങനെ അറബികൾ പേരിടലില്ല. മുഹമ്മദ് എന്നുള്ള പേര് വലിയ ബർക്കത്തുള്ള പേരാണ്. അഫ്ളലുൽ അസ്മായി മുഹമ്മദ്, അസ്മായിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഫضലുള്ള പേരാണ് മുഹമ്മദ് എന്നൊരു റിപ്പോർട്ടുണ്ട്. അഫ്ളലുൽ അസ്മായി അബ്ദുല്ലാഹി അബ്ദുറഹ്മാൻ എന്ന് ബലപ്പെട്ട റിപ്പോർട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ ഏതാണ് ബലപ്പെട്ടത് എന്നുള്ള രണ്ടഭിപ്രായമുണ്ട്. അല്ല, ഏതാണ് അഫ്ളൽ എന്നുള്ള രണ്ടഭിപ്രായമുണ്ട്. ബലപ്പെട്ടത് നബി തങ്ങളെ പേരാണ് അബ്ദുല്ല. സൈൽ തുഹഫയിൽ പറഞ്ഞ അബ്ദുല്ല എന്നുള്ള നബി തങ്ങളെ പേരാണ്. അതാണ് പേരിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബലപ്പെട്ടത്. ഫൈനഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി ഖുർആനിൻ അസ്സായി, അള്ളാഹുവിനെ പറ്റി, അള്ളാഹിന്റെ റസൂലിനെ പറ്റി അബ്ദുല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിൽ പറയാം. ആ അബ്ദുള്ളയാണ് ഏറ്റവും അഫ്ളലായ പേര്. പിന്നെ അബ്ദുറഹ്മാനാണ് എന്ന് ഷാഫി മദ്ഹബിൽ ബലപ്പെട്ട അഭിപ്രായം. പിന്നെ മറ്റൊരു അഭിപ്രായം, അത് മുഹമ്മദ് അസ്മുല്ലാഹിൽ മക്കിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് എന്നതാണ് അഫ്ളലായ ഇസ്മു എന്ന്. അത് ലൈഫായ അഭിപ്രായമാണ്. നാം മുഹമ്മദ് എന്ന പേരിടണീന് വലിയ ഫളിലുണ്ട്, സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട്. നാളെ ഉസ്താദ് ഇവിടുന്ന് കുറേ തെളിവ് പറഞ്ഞു. അതൊക്കെ രേഖകൾ പറഞ്ഞുകൊണ്ട് അയിമത്ത് കിതാബ് എഴുതിയെന്ന് എടുത്തു പറഞ്ഞതാണ്. അതിന്റെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല. മുഹമ്മദ് എന്ന പേര് അത് വളരെ സിറുള്ള പേരാണ്. അതിന്റെ ഓരോ അക്ഷരവും വലിയ വലിയ ആശയത്തിലേക്ക് സൂചിപ്പിക്കുന്നു എന്ന് ഇമാമിയങ്ങൾ പറയുന്നു. മീമ്, ആദ്യത്തെ മീമ് فخمسو حروف في اسمه كل واحد لعمد عظيم كان عين الإشارة. വലിയ വലിയ വിഷയങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നു 5 ഹർഫുകൾ. മുഹമ്മദിൽ 5 മുഹമ്മദ് അല്ലേ, 5 ഹർഫല്ലേ. ഫമീമുൻ ഇലാ മജിദിൻ, മീമ് മജിദിലേക്ക് കുറിക്കുന്നു. വൈലത്തൂർ ഉസ്താദിന്റെ മിഫ്താഹുൽ ലഫ്റിൽ പറഞ്ഞതാണ്. 1000 വരികളുള്ള അൽഫിയയാണ് ഉസ്താദ് എഴുതിയ മിഫ്താഹുൽ ലഫ്ർ. വലിയ ബർക്കത്തുള്ള ഒരു ബദരീങ്ങളെ കൊണ്ട് തവസ്സിലാക്കി എഴുതിയാണ് മിഫ്താഹുൽ ലഫ്ർ എന്ന കിതാബ്. 1000 വരികളുണ്ട്. അതില് ബദരീങ്ങളെ സംബന്ധിച്ചുള്ള തവസ്സുലുകളുണ്ട് ഓരോ അർഫിനനുസരിച്ച്. പിന്നെ മുല്ല അലിൽ ഖാരി തങ്ങൾ എഴുതിയ മുത്തുനബിന്റെ ദുആകൾ മാത്രം ജമ്മു ചെയ്ത ഹിസ്ബുൽ ആലം ഫുൾ അതിലേക്ക് ദുആയായി എടുത്തിട്ടുണ്ട്. പിന്നെ മുർസലീങ്ങളെ ചേർത്തിട്ടുണ്ട്, തവസ്സുലായിട്ടുള്ള മഹാന്മാരൊക്കെ ചേർത്തിട്ടുണ്ട്. 1000 വരികളുള്ള ഒരു ഖസീദയാണ് മിഫ്താഹുൽ ലഫ്ർ. ഭയങ്കര ഫായിദയാണ് മിഫ്താഹുൽ ലഫ്ർ ബി തവസ്സുൽ ബി അഹ്ലി ഉഹദിമ ബദർ എന്നതിന്റെ പേര്. ഉസ്താദിന് 7 ബദരിയത്തുണ്ട്. 7 ബദരിയത്ത് ഉസ്താദ് വിഷമഘട്ടങ്ങളിൽ എഴുതി അതിലൊക്കെ ഫത്ഹുണ്ടായതാണ്. ചെറുതും വലുതുമായി 60 വരികളുള്ള സിത്തീനിയ ബദരിയത്തുണ്ട്. 14 വരികളുള്ള ഷുഹദായിന്റെ ബദരിയത്തുണ്ട്. അതൊന്നും വെളിച്ചം കാണാതെ കിടക്കാണ്. ഏതായിരുന്നാലും ഫമീമുൻ ഇലാ മജിദിൻ, മുഹമ്മദിലെ മീമ് മജിദ് എന്ന പദത്തിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. അത് ഒരു അഖ്ദാണ് ആ പറഞ്ഞത്. ഇനിയും പറയുണ്ട് വളർമ, മീമാഹു മംലക, അധികാരം എന്ന അർത്ഥത്തിനാണ് 2 മീമ്. ഒന്ന് ദുന്യവിയായ അധികാരവും ആഖിറത്തിന്റെ അധികാരവും. ആ 2 മീമിന്റെയും മംലക്കയാണ്. ദാല് ദവാം, കാലം നിലനിൽക്കൽ, എല്ലാ കാലത്തും നിലനിൽക്കൽ, അതിനാണ് ദവാമു എന്ന് പറയാം. സബാത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കലിനാണ്, കാലം നിലനിൽക്കലിനല്ല. കാലം നിലനിൽക്കലിനാണ് ദവാമു എന്ന് പറയാം. സബാത്ത് പറഞ്ഞാൽ നിലക്കല്, അത് കാലം ഉണ്ടായിക്കൊള്ളുന്നില്ല. കാലം പടക്കപ്പെട്ടിന്റെ ശേഷമല്ലേ കാലം ഉണ്ടാവുള്ളൂ. അതിനുമ്പ് കാലം ഉണ്ടാവില്ലല്ലോ. സുമ്മ ഹാഉലി റഹ്മത്തി, ഹാओ റഹ്മത്തിന്റെ ഹാ ആണ്. ഇലൽ അംബിയായുമി സുമാഹു മുഹമ്മദു, മുഹമ്മദ് എന്ന പേര് അംബിയായിന്റെ അതതിലേക്ക് സൂചിപ്പിക്കുന്നു. വറുസുലിൻ ഇദാ അജ്മൽതഹു ബിൽ അബ്ജദിയത്തി, അബ്ജദി കണക്ക് കൂട്ടിയാൽ 1,24,000 അംബിയാക്കന്മാരുടെ അതത് പുറപ്പെടുവിക്കാനും കഴിയും. 313 മുർസലീങ്ങളെ അതത് പുറപ്പെടുവിക്കാനും കഴിയും.
അതൊക്കെ കുറേ കിതാബിലുണ്ട്. നബഹാനി തങ്ങൾ എഴുതിയിട്ടുണ്ട്, പല ഇമാമികൾ എഴുതിയിട്ടുണ്ട്, വൈലത്തുർസ എഴുതിയിട്ടുണ്ട്, കുറേ ആളുകൾ എഴുതിയിട്ടുണ്ട്. മീം ഇപ്പം എത്ര? മീം എന്ന് പറയുമ്പോൾ എത്ര? മീമിന് അതത് എണ്ണ എത്ര? 40 അല്ലേ? ഇയാൾക്ക് 10, പിന്നെ മീം അപ്പോ 90. അങ്ങനെ എത്ര മീം, എത്ര 90 ഉണ്ട്? 3 90 ഉണ്ട്. 39 27 അല്ലേ? പിന്നെ ഹായിന് 8, അലിഫ് ഹംസ 2, അപ്പോ 10 അല്ലേ? 10 നേരത്തെ എത്ര കിട്ടിയേ? 70. പിന്നെ ദാല് 4 അങ്ങനെയല്ലല്ലേ? 9 9 20 18 9 27, അപ്പൊ 270. പിന്നെ ആ ദാല് എടുക്കണം, ഒന്നായിട്ട് എടുക്കണം. ദാല് ഹാ എത്ര? ഹായിന് 10 അല്ലേ? അപ്പൊ കൂടി കൂട്ടുമ്പോ 80. പിന്നെ ദാലിന് ദാല് 4, അലിഫ് 1 5, ലാം 30. അപ്പോ അപ്പൊ അതെ, അപ്പൊ ഒന്നായിട്ട് കൂട്ടുമ്പോ എത്രയായി? ഹാ എടുത്തു കൊടുത്ത് നമ്മളൊക്കെ പേച്ച് ഹാ 8 അതിന്റെ അലിഫ് ഹംസ എടുക്കൂല. ജുമ്മൽ കബീറില്, ജുമ്മൽ സഗീർ, ജുമ്മൽ കബീർ 2 അല്ലേ? അപ്പൊ 8. അപ്പൊ എത്രയായി? 313. ഇനി അമ്പിയാക്കന്മാരത് എടുക്കണ പോലെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഞാന് മദീനത്തുനിന്ന് മുത്തുനബിന്റെ നേരെ പിൻഭാഗത്ത്, ഇങ്ങനെ ദൂരെ പിൻഭാഗത്ത് ഇരുന്ന് തങ്ങളെ സംബന്ധിച്ച് ഖസീദ എഴുതിയായിരുന്നു. സുബൈസ്കരിച്ചിന്റെ ശേഷമാണ് എഴുതുന്നത്. തങ്ങളെ നേരെ ഇരുന്ന് കാണ്ട് എഴുതിയാണ്. തങ്ങളെ അസ്മാകൾ ബെയ്ത്താക്കി. അപ്പൊ ഒരു മുറൂത്താനി പണ്ഡിതൻ, ഓൽക്കൊരു പ്രത്യേക വേഷമുണ്ട്. മുറൂത്താനിനെ കണ്ടപ്പോൾ മനസ്സിലാവും ഓല് അധികവും ഷാഫിയാക്കളാണ്, പണ്ഡിതനാണ് ഇയാള്. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കണം. അങ്ങനെ അയാളിങ്ങനെ ദിക്റ് ചെല്ലാണ്. അയാൾ കുറെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് അങ്ങനെ നോക്കിയില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അയാൾ ഇരിക്കണോടത്ത് നിന്ന് അയാൾ എഴുന്നേറ്റ് വന്ന്, എൻ്റെ ഉസ്താദിന്റെ പ്രായമുണ്ട്, എൻ്റെ അടുത്ത് ഇരുന്ന് സലാം പറഞ്ഞു. ഞാൻ സലാം മടക്കി കൈയൊക്കെ പിടിച്ച്, എന്താ നിങ്ങൾ എഴുതുന്നു ചോദിച്ചിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നബിതങ്ങളെ മദ്ഹ് എഴുതുകയാണെന്ന്. അപ്പൊ മുപ്പരിനോട് പറഞ്ഞു, ഈ നേരം നബിതങ്ങളെ മദ്ഹ് എഴുതലും നല്ല കാര്യമാണെങ്കിലും ഈ ടൈം മദ്ഹ് എഴുതേണ്ട ടൈമല്ല, ഈ ടൈം ദിക്റ് ചെല്ലേണ്ട ടൈമാണ് എന്ന് പറഞ്ഞു. സുബൈന്റെ ശേഷം 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണം. എന്നാ തസ്സീലു ഇലൽ ഖുത്ബാനിയ എന്നാണ് എന്നോട്. ഇവര് തരീഖത്തിന്റെ ഷെയ്ഖാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഉച്ചക്ക് മദീനയോട് യാത്ര പറയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് റസൂലുള്ളാഹിന്റെ നേരെ ഖൽഫിലിരുന്ന് പിന്നിലിരുന്ന് ബൈത്ത് എഴുതി പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ടുള്ള ടൈം ഉപയോഗിക്കുകയാണ്. ദിക്റ് ചെല്ലാൻ പൂതിയില്ലായിട്ടല്ല, എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് എഴുതാൻ കഴിയില്ലല്ലോ, തങ്ങളെ പിന്നിലിരുന്ന് കാണും. അതുകൊണ്ട് തങ്ങളെ പിന്നിലിരുന്ന് എഴുതാനുള്ള ബർക്കത്തിന് വേണ്ടി എഴുതാണെന്ന്. എന്നാ എഴുതിക്കോന്ന് അറിഞ്ഞു. അപ്പൊ എന്നോട് അറിയിച്ച, എനിക്ക് മുഹമ്മദ് എന്ന പേരിനെ പറ്റി എന്താ അറിയാന്ന് ചോദിച്ചു. ഞാൻ കുറഞ്ഞൊക്കെ അറിയുന്ന പറഞ്ഞു. അപ്പൊ മൂപ്പരണ്ട് വിശദീകരിച്ചില്ല. ഇതേ എല്ലാം ഇസ്തിഖ്റാജ് ചെയ്യായി, എല്ലാ അതതും ഇന്ന് ഇസ്തിഖ്റാജ് ചെയ്യേണ്ടത്.
കുറെ എഴുതി തന്നിരുന്നു. എൻ്റെ ഡയറി കാണും. ഇങ്ങനെ ഓരോ ഇസ്തിഖ്റാജ്, ഓരോ സമൂഹത്തിന്റെ അതതുകളെ ഇസ്തിഖ്റാജ് ചെയ്യാൻ എല്ലാം എന്തിൻ്റെ ഉള്ളിലുണ്ട്? മുഹമ്മദ് എന്ന പേരിന്റെ ഉള്ളിലുണ്ട്. ഓരോ മനുഷ്യനെയും പടക്കപ്പെട്ട് മുഹമ്മദ് എന്ന രൂപത്തിലാണെന്ന് ഇമാം ഖസ്സലാനി മവാഹിബിൽ പറയുന്നുണ്ട്. മറ്റു പല കിതാബിലുണ്ട്. മുഹമ്മദ് അത് മഗ്രിബിയായ എഴുത്തുകൊണ്ടാണെന്ന് ബിലാക്കൽ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയും പറ്റും അത്. പക്ഷെ മഗ്രിബിയായ എഴുത്തൊന്നും വേണ്ട, വേറെ കാലം മതി. പല കിതാബിലും പറഞ്ഞിരിക്കുന്നു. മഗ്രിബിയായ എഴുത്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ചിത്രം വരക്കണ ഒരു രൂപം ഇങ്ങനെ നടക്കണായിരിങ്ങനെ ആക്കിയിട്ട് അത് എഴുതാൻ വയ്ക്കും. എനിക്ക് മനുഷ്യ ചിത്രം വരക്കലാവും. അതുകൊണ്ട് എഴുതില്ല. ഇത് മനുഷ്യന്റെ കോലത്തുമ്പോ മുഹമ്മദ് ഉണ്ട് പറഞ്ഞാല് ചുരിന്റെ ഇടനാളില് തല മീമായും, രണ്ട് കൈ ദാലായും, ചന്തിക്കെട്ട് മീമായും, കാല് ദാലായും വരും. അങ്ങനെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ബിലാക്കല് ബസീറുലിയർ പറഞ്ഞത് മറ്റേ എഴുത്തുമലാണ്. അത് നിർബന്ധമില്ല. മൂപ്പർക്ക് മനസ്സിലാകാതെ എഴുതിയതായിരിക്കും. ഏതായിരുന്നാലും മുഹമ്മദ് അത് വലിയ ബർക്കത്തുള്ള പേരാണ്. ഇത്ര ബർക്കത്തുള്ള പേര് വേറില്ല. സമ്മൈത്തു മുഹമ്മദ്. ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ പേര് മുഹമ്മദ് എന്നാ. ഗസാലിമാമിന്റെ പേര് മുഹമ്മദ് എന്നാ. അമീനു തൂനസിന്റെ വാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാ. വല്യാപ്പാന്റെ പേര് മുഹമ്മദ് എന്നാ. 11 വല്യാപ്പാര് മുഹമ്മദാണ്. ഇബ്നു ഫറൂം അമീനു തൂനസിനോട് ചോദിക്കുന്നത് മുബരെ ദീബാദുൽ മുദഹബ് ഫി അയാനിൽ മദ്ഹബ് അല്ല ദീബാദുൽ മുദഹബ് ഫി അയാനിൽ മദ്ഹബ് എന്ന കിതാബിലുണ്ട്. 2 വാള്യാണ് ഇവിടെ ഉണ്ട്. അതിലുണ്ട് ഞാൻ നേരെ കണ്ടിരിക്കുന്നു അമീനു തൂനസിയെ. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ പേര് എന്താണ്? ആ പറഞ്ഞ് അമീൻ ബിൻ മുഹമ്മദ് 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 ഇസ്മു മുഹമ്മദ്. 11 പേര്. വല്യാപ്പാന്റെ പേരെന്ത്? മുഹമ്മദ്. ഒസാലിമാവിന്റെ പേര് മുഹമ്മദാണ്. അൽപ്പാന്റെ പേരും മുഹമ്മദാണ്. അവരുപ്പാന്റെ പേരും മുഹമ്മദാണ്. അതാണ് സുബ്ഹാന മൗലിദ് ഒസാലിമാവിന്റെ ആള്. അതിൽ ലാസ്റ്റ് എന്താ പറഞ്ഞ? ലി മുഹമ്മദ് ബിനി മുഹമ്മദ് ബിനി മുഹമ്മദി. കണ്ടില്ലേ? ഇവന് തൂനസിയാണ്. അമീനു തൂനസി അല്ലേ? ഇതിന്റെയൊക്കെ പേര് മാറുന്നുണ്ട്. മുഹമ്മദ് എന്ന പേരിട്ട് എന്തെന്ന് ചോദിച്ചു. അത് അള്ളാഹുവിന്റെ ഇൽഹാമാണെന്നാണ് ഇവര് പറയേണ്ടത്. പക്ഷെ അത് ഇവര് പറഞ്ഞില്ല. അതൊരു രഹസ്യ സംഗതി ആയതുകൊണ്ട്. ഫഖാലു, അപ്പൊ മുഹമ്മദ് എന്ന് പേരിട്ടുന്നുണ്ടപ്പോ ഫഖാലു, അപ്പൊ അവര് പറഞ്ഞു അത് റഗിബ്ത അൻ അസ്മായി ആബായിക, നിങ്ങളുടെ പിതാക്കന്മാരുടെ നമ്മുടെ മുൻഗാമികളുടെ പേരൊന്നും നിങ്ങൾ പേരിടാഞ്ഞേ, ആ പേരിൽ ഇടേണ്ടത്. കാല, അപ്പൊ അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞു അറത്തു, ഞാൻ മനസ്സിലാക്കുന്നു അഹ്മദഹു, എന്റെ കുഞ്ഞനെ സ്തുതിക്കുമെന്ന്. മൻ അലൽ ഗബറാ തന്നെ ഭൂമിയിലുള്ള എല്ലാവരും. മന്നി മൗസൂലാണല്ലോ, മൗസൂല മൂമിനാണ്. അപ്പൊ എല്ലാ ഭൂമിയിലുള്ള എല്ലാവരും സ്തുതിക്കുമെന്ന് എനിക്ക് വിവരം കിട്ടിയതുകൊണ്ട് ആ ലക്ഷ്യം വെച്ച് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ പേരിട്ടത്. അത് ഇൽഹാം കിട്ടിയതാണ്, അതിനനുസരിച്ചാണ് ഞാനത് ഉദ്ദേശിച്ചത് എന്നർത്ഥം. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹ്ഖുൻ നാസി ബിൽ ഹംദി സ്വല്ല അലൈഹി അല്ലാഹു മാ അശ്റഖത് ശംസുല്ലാഹ ഫീ ദാലിക സഅദി. മുഹമ്മദൻ സമ്മൗ, അവര് പേരിട്ടു. മുഹമ്മദ് എന്ന് പേരിട്ടു. ആർക്ക്? നബിയൽ ഹുദ, ഹിദായത്ത് ലോകത്തിന് നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി, ഹംദിനിക്ക് ഏറ്റവും അർഹമായത് പടപ്പുകളെ കൂട്ടത്തിൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹംദ് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹമായത്. വൽ ഹംദു ഹുമ്മീദ ലമ്മ ഇഷ്തുഖ മിൻഹു സിമൂന.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നിന്ന് മുഹമ്മദ് എന്ന പേര്, അല്ലെങ്കിൽ മഹ്മൂദ് എന്ന പേര്, അല്ലെങ്കിൽ അഹമ്മദ് എന്ന പേര്, ആ പേര് അഹമ്മദ് എന്ന പേര് ഈ ഹംദിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഹംദിന്റെ അർത്ഥം തന്നെ എന്തായത്? സ്തുതി എന്നായത് എന്നാ ഖുത്ബി പറഞ്ഞ് അല്ലേ? അതിന് പാട്ടില്ലേ? ഖുത്ബി ഓതിയ മൗലവിമാർ ഇവിടെ ഉണ്ടല്ലോ. തഖ്രീറാക്കിയ പോരെ, പാടണോ? എങ്ങനെയാണ്? അത് അഹമ്മദ് നബി തങ്ങളെ പറ്റിയാണ്. അത് ഖുത്ബി തങ്ങൾ പറഞ്ഞത്. തൗരിയത്തായിട്ട് രാജാവിനെ പറ്റി പറഞ്ഞതാണ്. അത് ഉദ്ദേശം ആരാണ്? മുത്തുനബിയാണ് ഖുത്ബി തങ്ങൾക്ക് ഉദ്ദേശം. അല്ലെങ്കിൽ രാജാവിന്റെ പേരിന് അങ്ങനെ പ്രശംസിക്കൂല. അത് തൗരിയത്തായിട്ട് രാജാവിനെ പ്രശംസിക്കും പോലെ പാടിയതാ ഖുത്ബിയില്. രാജാവിനല്ല, അഹമ്മദ്ക്കാണ് ലമീറാണ്. അഹമ്മദ് ആരാ? മുത്തുനബിയാണ്. മുത്തുനബിനെ പറ്റി പാട്ട് പാടിയതാണ്. എന്നിട്ട് രാജാവിന്റെ അന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അവിടെ എഴുതിയതാ. ഞാൻ മനസ്സിലാക്കുന്ന ആശയം പറഞ്ഞാട്ടാ, നീ ശരിക്ക് മനസ്സിലാക്കിക്കോളി. തെറ്റ് നിന്റെ മാതിരി തെറ്റ് മനസ്സിലാക്കണ്ട. അല്ല ഞാനെങ്കിലും ട്രോളാ നിൽക്കണ്ട അറിയാം. ഫലമ്മ അല്ലാഹു തആല അവിടുത്തെ മേൽ സ്വലാത്ത് ചെയ്യട്ടെ. മാ അശ്റഖത്ത് ശംസുൽ ളുഹാ ടൈമിലുള്ള സൂര്യൻ പ്രകാശിക്കുന്ന കാലത്തെല്ലാം ളുഹാ ടൈമിലുള്ള സൂര്യൻ എന്താ ഫായിദ? ഒന്നായിട്ട് ലൈറ്റ് കിട്ടുകയും ചെയ്യും, ചൂടോട്ടുണ്ടാവില്ല. ഉച്ചാകുമ്പോഴത്തിന് ചൂടായി. അപ്പൊ നമുക്ക് പ്രതികൂല സാഹചര്യം ഉണ്ടാക്കും നമ്മളെ ശരീരത്തിന്മേൽ. ഭൂമിക്കും ലോകത്തിനും വലിയ ഉപകാരമാണെങ്കിലും നമുക്ക് അപകടം ചെയ്യും. ചൂടായി. ളുഹാന്റെ നേരത്തെ അങ്ങനെയല്ല. ആരും വെയിലുണ്ടായിട്ട് കൊട ചൂടോ? ഇല്ലല്ലോ. ചൂടുണ്ടാവില്ല. അപ്പൊ നല്ല റഹ്മത്തിനോട് മുനാസബത്ത് ഏതാ? ളുഹാ ടൈമിലുള്ള സൂര്യനാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മാ അശ്റഖത്ത് ശംസുൽ ളുഹാ ഫീ ദാലിക സഅദി. ആ സഅദിലായിട്ട്. ഏതാ സഅദ്? സഅദ്, നഹ്സ്, ഇങ്ങനെ രണ്ട് ടൈമുകളുണ്ട്. നഹ്സ് എന്ന് പറഞ്ഞാല് മശക്കത്തിന്റെ മലറത്തിന്റെ ടൈം എന്നാണ്. അഥവാ അദാബിന്റെ മലക്കുകൾ കൂടുതൽ ഇറങ്ങുന്ന ടൈം എന്നാണ് മശായിഖ് പറഞ്ഞത്. റഹ്മത്തിന്റെ മലക്കുകൾ കൂടുതൽ ഇറങ്ങുന്ന ടൈമിനാണ് എന്താ പറയാ? സഅദ് എന്ന് പറയാം. അപ്പോൾ ആ സഅദ് എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം, അതിലായിട്ട്, ആ സഅദിലായിട്ട്, ആ വിജയത്തിലായിട്ട്. പരാജയമാണ് നഹ്സിനുള്ളത്. ഇന്ന് നഹ്സാണെന്നൊക്കെ പറഞ്ഞാൽ പരാജയത്തിന്റെ ദിവസമാണെന്ന് അർത്ഥം. അതിന് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അംഗീകരിക്കുന്നവരാണ് മലബാർ ഉലമാക്കന്മാര്. അതുപോലെ തന്നെ അസ്ഹാബുൽ ഉജൂല് ഇമാം റൂയാനിക്ക് അംഗീകരിക്കുന്ന ആളാണ്. കമാലുദ്ദീൻ ദമീർ മുൻഹാജിന്റെ ഷാരി അംഗീകരിക്കുന്ന ആളാണ്. അങ്ങനെ നഹ്സ് അംഗീകരിക്കുന്ന കുറേ ഇമാമിയങ്ങളുണ്ട്. അംഗീകരിക്കാത്തവരും അംഗീകരിക്കുന്നത് നമ്മൾ കാണലുണ്ട്. ഷാരിയാത്തിയൊക്കെ നഹ്സ് അംഗീകരിക്കുന്ന ആളാണ്. ഷാലിയാത്തി അതിലൊരു ബെയ്ത്ത് എഴുതിയിട്ടുണ്ട്. അത് ഷാലിയാത്തിന്റെ ബെയ്ത്തല്ല എന്ന് ആരോ എഴുതി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. ഷാലിയാത്തിന്റെ തന്നെയാണെന്ന് വ്യക്തമായി എഴുതി, കയ്യെഴുത്ത് എഴുതിക്കൊണ്ട് ഇത് ഷാലിയാത്തിൻ്റെതാണെന്ന് എഴുതിക്കൊണ്ട്, അതിന്റെ രേഖ എഴുതിക്കൊണ്ട് ഇവിടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഷാലിയത്തെ പള്ളിക്കൽ കിതാബിലുണ്ട്. അത് ഷാലിയത്തിൻ്റെതല്ല എന്ന് പറയാനാണ് തെളിവുണ്ട്. ആണെന്ന് പറയാൻ തെളിവുണ്ട്. പിന്നെ അല്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കഥാ ഫലമ്മ കാന വഖ്തു ളുഹൂരി അസ്റാരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്റാറിന്റെ രഹസ്യങ്ങളുടെ പ്രകടനത്തിന്റെ ടൈമായപ്പോൾ, അഥവാ ജന്മത്തിന്റെ ടൈമായപ്പോൾ, ഇശ്റാഖുൽ കൗനി ബി അൻവാരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ട് ലോകം ശോഭിക്കാൻ, പ്രശോഭിക്കാൻ ഉള്ള ടൈമായപ്പോൾ
ബൈനമ ആമീന ലമ്മന്റെ ജവാബിൽ കൊടുത്താണ് ഫാ. ബൈനമ ആമീന ആമിന ബീവി ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന ബൈനമ ബൈനയില് ഒരു അലിഫ് കൊടുത്തോണ്ട് ബൈന എന്ന് പറയും. ഒരു മീമ് സായതാക്കിയാണ്ടെന്ന് പറയും ബൈനമ എന്ന് പറയും. അത് ഇസ്മിയായ ജുമിലേക്കും ഫിലിയായ ജുമിലേക്കും ശേഷം ഉണ്ടാവാം എന്നാണ് നിയമം. ഇപ്പൊ ബൈനമൊക്കെ ഒരു താലൂക്കുമാണ്. കാരണം ബൈന എന്നുള്ള ലർഫാണ്, അതിനൊരു മുത്താലക്കുമാണ്. ആ മുത്താലക്ക് മങ്കൂസ് മൗലിദിൽ കാണില്ല, ബൈനമ എന്നുള്ളൂ. മുത്താലക്കില്ലാത്ത ബൈനമ മങ്കൂസ് മൗലിദിൽ ഉണ്ടാകാൻ പറ്റുമോ? അതിന് മുത്താലക്കിനെ കളഞ്ഞതാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയല്. റാത്ത് ആമിനത്തു അജായിബ എന്ന് കളയപ്പെട്ടതാണ്. ആമിന ബി പല അതിശയങ്ങളും കണ്ടു, ബൈനമ ആയിരിക്കുന്നതിന്റെ ഇടയിൽ പല ആശ്ചര്യങ്ങളും കണ്ടു. അത് എവിടുന്ന് കിട്ടിയെന്നാവും അങ്ങനെ ജവാബ്. ഏതൊക്കെ ഇറ്റത്ത് നിന്ന് ഓടുന്ന ആയിട്ടുണ്ട്. ആമിനാബി ആശ്ചര്യങ്ങൾ കണ്ടു എന്ന് ആരെ അവിടെ പറഞ്ഞേ? അതിന്റെ മേലെ അറിയിക്കുന്ന ഒരു ദലാലത്തും ഇല്ല. അങ്ങനെ ഒരു വിഷയത്തിനെ കളയണമെങ്കിൽ എന്ത് വേണം? ദലാലത്ത് വേണം. അങ്ങനെ ഇല്ല. അപ്പോ ബൈനമന്റെ ലർഫ് താലൂക്ക് അതിനോടാണ് എന്നുള്ളത് കളയപ്പെട്ടതിനോടാണെന്നാണ് അധികം ആൾക്കാരും പറയല്. വലിയമാരധികം പറയൽ അങ്ങനെയാണ്. അത് ഒക്കൂല. കാരണം കളയപ്പെട്ടത് എന്താണെന്ന് ഒരു പിടുത്തമില്ല, മുബഹമാണ്. അറിയപ്പെട്ടതിന് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കളയപ്പെടാൻ പാടുള്ളൂ. അറിയപ്പെട്ടിട്ടില്ല, പിന്നെ കളയപ്പെടൽ എങ്ങനെ? കളഞ്ഞു വിട്ടതായിരിക്കും. അതുകൊണ്ട് മങ്കൂസ് ഇതുണ്ടാവൂല. അതുകൊണ്ട് കളഞ്ഞിന്ന് പറഞ്ഞു വിട്ട് എന്നാണ് യഥാർത്ഥം. അപ്പൊ ബൈനമന്റെ താലൂക്ക് അതിനോടാണ്. അത് ഇനി വരാൻ പോണ വരികളിൽ ഉണ്ടാ താലൂക്ക് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് തിരങ്ങാടി ബാപ്പുസ്താദ് അതിന്റെ താലൂക്ക് പറഞ്ഞു തന്നിക്കണേ വാമഹ എന്നതിനോടാണ്. വാമഹ വഅമ്മഹ എന്നല്ല, ഇതാണ് വാമഹ. അമ്മഹൽ ഫറഹു വസുറൂർ എന്നില്ലേ? അമ്മ എന്നല്ല, അതെങ്ങനെയാണ്? വാമ എന്നാണ്. അതാണ് ജവാബ്. അപ്പൊ നമ്മൾ അർത്ഥം വെച്ച് നോക്കാം. ഫൈദായി ആമിന. അപ്പൊ ബൈനമ ആമിന ബീവിയാകുന്നത് ഫി ബൈത്തിഹ വഹീദ, അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടവരാണ്. ഏകാന്ത, അത് മനസ്സിലുള്ള വഹദത്താണ്. മുസ്തഗനീസത്തുൻ എന്നാലോ വളരെ സന്തുഷ്ടയുമാണ്, നേരമ്പോക്കായവരാണ്, വശത്തില്ല. വഹീദ എന്നുള്ള മനസ്സിന്റെ വഹദത്താണ്. ബി ബറകാത്തിഹി വയ ഫരീദ, ഒറ്റക്കാണ്. അത് ശരീരത്തിന്റെ ഒറ്റ വഹദത്താണ്. രണ്ട് വഹദത്താണ്, അല്ലാതെ അത് തെറ്റല്ല. വഹീദ എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സ് ഏകാന്തയാണ്, ശരീരവും ഏകാന്തതയാണ്. ആൾക്കൂട്ടത്തിൽ ഏകനായി നട്ടില്ലേ? അങ്ങനെ ഇരിക്കാണ്. അള്ളാഹുവിന്റെ അസ്റാറുകളെ കൊണ്ട്, മുസ്തഫായ മുത്തുനബിന്റെ അസ്റാറുകളെ ബർക്കാത്തുകളെ കൊണ്ട് മുസ്തഗനീസത്താണ്. ഒയ്യ ഫരീദ, ഒറ്റപ്പെട്ടവരാണ്. നേരത്തെ ഒറ്റപ്പെട്ടവെന്ന് പറഞ്ഞില്ലേ? അതും ഇതും എതിരില്ല. ആദ്യത്തെ ഒറ്റപ്പെടല് മനസ്സ് ഏകാന്തമായി അള്ളാഹുവിൽ അർപ്പിച്ചവരാണ്. അത് ഷറഫുലന മൗലിദിലും പറയുന്നുണ്ട്. വസത്തത്ത് അക്കുഫ ശക്വാഹ ഇലാമയാലും സിർറഹ വനജിവഹ. ആ വഹീദയാണ്. അങ്ങനെയല്ലേ? അള്ളാഹുലേക്ക് മനസ്സർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വഹീദയായിട്ട്. വേറൊന്നിനെ മനസ്സ് കയറ്റിയിട്ടില്ല. കാരണം ആ മുത്തുനബിന്റെ ഉമ്മ അല്ലേ? മുത്തുനബിന്റെ ഉമ്മ എന്നല്ലേ പറഞ്ഞത്? നമ്മളാരിമാരല്ലല്ലോ. ഇതൊരു സാധാ ബീത്താത്തല്ലല്ലോ. അപ്പൊ ആ വഹദത്ത് തന്നെ കൽബിന്റെ വഹദത്താണ്, അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന വഹദത്ത്. മറ്റത് ശരീരം ഒറ്റപ്പെട്ടവരാണ്. ബി ബറകാത്തി വഹിയ ഫരീദ, ഒറ്റക്കാണ്. അപ്പോൾ വലം തശൂർ, മഹദി അറിഞ്ഞിട്ടില്ല. ഇല്ലാ വഖദ് അശ്റഖ ഫീ ബൈത്തിഹ നൂർ, ആ മഹദിയുടെ റൂമില് പ്രകാശം ഒന്നായിട്ട് വലയം ചെയ്തപ്പോഴല്ലാതെ മഹദിക്ക് പ്രസവിക്കാനുള്ള ടൈമായി എന്ന് അറിഞ്ഞില്ല. അത്രയും നിസ്സാരമായിരുന്നു പ്രസവം നടന്നത്. അത്രയും നിസ്സാരമായിട്ടാണ്. മാനസികമായി അള്ളാഹുൽ അർപ്പിച്ച മനസ്സും ശരീരം ഒറ്റപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന അവസ്ഥയിൽ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന വിവരം അറിയുന്നത് എപ്പോഴാണ്? ആ റൂമിൽ ആകമാനം പ്രകാശം നിറഞ്ഞപ്പോഴാണ്. അങ്ങനെ ആയ ഘട്ടത്തിൽ വാമഹ, ആമിന ബീവിയോട് ഇം സബാഹൻ, നിന്റെ
ഇം സബാഹൻ എന്ന് പറഞ്ഞു. അഥവാ നിന്റെ വാമയഴിമൂന്നറി. വാമ എന്ന് പറഞ്ഞാൽ ഇം സബാഹ എന്നറിയാം, നല്ല പ്രഭാതം വരട്ടെ എന്ന് ദുആ ചെയ്തു. ആര് എന്ന് പ്രാർത്ഥിച്ചു. ഇം സബാഹ എന്ന് പറഞ്ഞു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ആര് അൽ ഫറഹു സന്തോഷവും സുറൂറു സംതൃപ്തിയും ഗുഡ് മോർണിംഗ് പറഞ്ഞു. സന്തോഷം സംതൃപ്തിയും ഗുഡ് മോർണിംഗ് പറഞ്ഞു ആലങ്കാരിക പ്രയോഗമാണ്. ടെൻഷനും പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോയി. ഏത് പറയും പോലെ ആയി, സന്തോഷം വന്നുകാണ്ട് ഗുഡ് മോർണിംഗ്, നല്ല രാവിലെ, പ്രഭാതം നന്നാകട്ടെ എന്ന് പറഞ്ഞു. ഇം സബാഹൻ എന്ന് പറഞ്ഞു. വാമയഴിമൂന്റെ മാലിയാണേത്? വാമഹാന്നല്ല. എന്നാണ് അവിടെ ശരിയെന്ന് തിരുവങ്ങാടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ബാബു ഉസ്താദേ, അത് വൈലത്തൂർ ഉസ്താദിൽ എഴുതിയിട്ടുണ്ട്.